നമസ്കാരം. 2020 രാഷ്ട്രീയ പാർട്ടി NDAയിൽ ലയിച്ചതിന് ശേഷം അല്ലെങ്കിൽ NDA പ്രവേശനം നടത്തിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ഈ രണ്ട് കക്ഷികൾക്കും അവർ നയിക്കുന്ന UDF ആകട്ടെ LDF ആകട്ടെ ഇവർക്കെല്ലാം വല്ലാത്തൊരു അങ്കലാപ്പാണ്. ഇവരെക്കാളും അങ്കലാപ്പിലാണ് കോൺഗ്രസ് പ്രേമികളായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അടിമകളായ മാധ്യമങ്ങൾ. സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം കൂടി കാണുമ്പോൾ ഇവരുടെയൊക്കെ ഈ ഒരു അങ്കലാപ്പ് ഒരു ഹാലിളക്കത്തിൻ്റെ തലത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി എന്തെല്ലാം വാർത്തകളാണ് 2020യെ സംബന്ധിച്ച് പുറത്തു വരുന്നത് എന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. സാബു ജേക്കബിന് EDയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ, EDയെ പേടിച്ചാണോ മോദിയുടെ മടിയിൽ കയറിയിരിക്കുന്നത് തുടങ്ങിയ പല വാർത്തകളാണ്. സാബു ജേക്കബ് ഇതിനെല്ലാം വളരെ ശാന്തനായി വളരെ സരളമായി തന്നെ മറുപടി നൽകുന്നുണ്ട്. ED പോലുള്ള ഏജൻസികൾ വ്യവസായ പ്രമുഖർക്ക് നോട്ടീസ് അയക്കിയ പതിവാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് വരുമാനമുണ്ടായി, അതിൻ്റെ സ്രോതസ് എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുകയും സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ സാബു ജേക്കബ് എന്ന ഞാൻ ബാധ്യസ്ഥനാണ് എന്ന തരത്തിലുള്ള മറുപടികൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകി. വീണ്ടും ഒരു കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ കുനഷ്ട് എന്ന് പറയാവുന്ന ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ ഒന്ന് ചൊറിയുവാൻ നോക്കുക എന്ന് പറയില്ല നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പദപ്രയോഗം അനുസരിച്ച്, അല്ലെങ്കിൽ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് ഞാൻ അങ്ങോട്ട് അയക്കാം, അത് ലഭിച്ചതിന് ശേഷം നമുക്ക് നിയമപരമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ആളിക്കത്തലിനൊരു ശമനമുണ്ടായി. എന്നാൽ അപ്പോൾ EDയും ബാക്കിയെല്ലാം വിട്ടു. എന്നാലും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പ്രമുഖർ ഇപ്പോഴും ED പേടിയിലാണ്, സാബു മോദിയുടെ മടിയിൽ ഓടിക്കയറിയത് തുടങ്ങിയ പ്രാസം ഒപ്പിച്ച് അലക്കി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2020യിൽ നിന്ന് വൻ കൊഴിഞ്ഞു പോക്ക്, NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് 2020യുടെ പ്രമുഖരെല്ലാം കൊഴിഞ്ഞു പോകുന്നു. എവിടെ? പാലക്കാട് നഗരത്തിൽ 2020യോ ഇവർ പറയുന്ന ആ ഒരു തീക്ഷ്ണത കണ്ടു കഴിഞ്ഞാൽ, ആ വാർത്ത അവതരിപ്പിക്കുന്ന ഒരു തീക്ഷ്ണതയും അതിന് കൊടുക്കുന്നൊരു പ്രാമുഖ്യവും കണ്ടു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് പാലക്കാട് നഗരത്തെക്കുറിച്ച് വലിയ പരിചയമൊന്നും കേട്ടുകേൾവിയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് തോന്നുക, പാലക്കാട് നഗരത്തിൽ ഇന്നലെ വരെ 2020 ആയിരുന്നു നഗരസഭ ഭരിച്ചിരുന്നത്. അവിടെ എത്രത്തോളം MLA ഉണ്ടോ MP ഉണ്ടോ അതെല്ലാം 2020യുടെ കയ്യിലായിരുന്നു. ഇന്നലെ മുതൽ അവരെല്ലാം രാജിവെച്ച് 2020യുടെ ശക്തി പാലക്കാട് നഗരത്തിൽ പൂർണ്ണമായി ക്ഷയിച്ചില്ലാതായിരിക്കുന്നു. എല്ലാത്തിനും സാബു ജേക്കബാണ് കാരണം, സാബു ജേക്കബിൻ്റെ NDA പ്രവേശനമാണ് കാരണം എന്നുള്ള രീതിയിലുള്ള വാർത്താവതരണമാണ് നടക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്ത് മുതൽ എറണാകുളത്തിൻ്റെ വിവിധ മേഖലകളിൽ വരെ സ്വാധീനമുള്ള 2020 NDAയോട് ചേർന്ന് ഇനി എന്താണ് രാഷ്ട്രീയ നീക്കങ്ങൾ അവരുടേതായിട്ട് നടത്തുവാൻ പോകുന്നതെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തായാലും 2020 ഒരു ചെറിയ മീനല്ല എന്നുള്ളത് സാബു ജേക്കബിൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് മാത്രമല്ല, സാബു ജേക്കബിൻ്റെയും 2020യുടെ NDA പ്രവേശനം മൂലം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും, കോൺഗ്രസ് പ്രേമികളായ മാധ്യമങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് അടിമകളായ മാധ്യമങ്ങൾക്കും ഉണ്ടായി ഈ ഒരു അങ്കലാപ്പിലും ഒരു ആവലാതികളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെയധികം കൗതുകകരമായിരിക്കും. വളരെയധികം രൂക്ഷമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നൊരു വേദിയുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.